ഹലോ, ലവ്ലി ദേവികയുടെ ഒരു പുതിയ അടിപൊളി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മയുടെ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടല്ലേ? ഒരു സൂപ്പർ അമ്മയുടെയും മോളുടെയും സ്റ്റോറി തുടങ്ങാണ് കേട്ടോ. ഇവിടെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. എന്തായാലും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. അപ്പോ നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഒരു ഓടിട്ട വീട്, സ്വല്പം മുറ്റവും തൊടിയുമൊക്കെ ഉണ്ടവർക്ക്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അമ്മ ഒരു പണി ചെയ്യുന്നതാണ് അവൾ കാണുന്നേ. മോളുടെ പേര് രേഷ്മ, അമ്മയുടെ പേര് ശാരി. നല്ല സുന്ദരികളാണ് രണ്ടുപേരും. ഇരുനിറമാണ് അമ്മയ്ക്ക്. അമ്മയുടെ ആ ഇരുനിറം നല്ല ഒന്നാം തരം നാടൻ ചോക്ലേറ്റ് പോലെ ഇരിക്കും. അമ്മയുടെ അത്രയും സൗന്ദര്യം തനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഇടയ്ക്കിടയ്ക്ക് രേഷ്മ മോൾ പറയാറുള്ളത്. അതല്പസ്വല്പം സത്യവുമാണേ. 38 വയസ്സുണ്ട് ശാരിക്കെങ്കിലും ആ വയസ്സ് തോന്നില്ല. അമ്മയും മോളും ഒന്നിച്ചു നടന്നാൽ ഇപ്പോഴും ചേച്ചിയും അനിയത്തിയുമാണെന്നേ പറയൂ. രേഷ്മയെ പറ്റി പറഞ്ഞില്ലല്ലോ. അവളിപ്പോൾ കോഴ്സൊക്കെ കഴിഞ്ഞു. ഒരു ചെറിയ ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. എങ്കിലും അത്യാവശ്യം തയ്യലും ചിത്രപ്പണിയുമൊക്കെ വശമുണ്ട്. അതൊക്കെ ചെയ്താണ് രണ്ടുപേരും കുടുംബം പുലർത്തിക്കൊണ്ട് പോകുന്നേ. രണ്ടാൾക്കും വീട്ടിലിപ്പോൾ എടുത്തു പറയാൻ പ്രത്യേക ബന്ധുക്കളോ ആരുമില്ല. ഒന്നിച്ചിങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് മാത്രം. അമ്മയും മോളും മാത്രമായി ജീവിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അറിയാലോ. പ്രത്യേകിച്ച് ഇത്രയും സുന്ദരികളായ രണ്ടുപേരും. അസമയത്ത് ഡോറിൽ മുട്ടുന്ന പല ശബ്ദവും അവരെ അസ്വസ്ഥരാക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാർ അവരെ പറ്റി ഓരോന്ന് പറയും. എന്തൊക്കെയായാലും അതിലൊന്നും ഒരു തരിമ്പ് പോലും സത്യമില്ല. അമ്മയ്ക്കും മോൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൂർണ്ണ വിശ്വാസമാ. അത് തന്നെ മതിയല്ലോ എല്ലാ കാര്യത്തിലും. വീട്ടിലൊരു പശുവുണ്ട്. ആ പശുവാണെങ്കിലോ ഇപ്പോൾ കറവയുള്ളതാണ്. അതുകൊണ്ട് അത്യാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ അവർ കഴിഞ്ഞു പോകുന്നുണ്ട്. പശു ഉള്ളത് കൊണ്ട് തന്നെ വെളുപ്പിനെ 3-4 മണിയോടെ അമ്മയുടെ ജോലികൾ തുടങ്ങും. തൊഴുത്ത് വൃത്തിയാക്കലും പശുവിനെ കുളിപ്പിക്കലും പാല് കറക്കലും ഒക്കെയായി അമ്മ അത്രയും നേരത്തെ തന്നെ പരിപാടികൾ തുടങ്ങും. ഇവിടെ രേഷ്മയാവട്ടെ ഒരു 5:30 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. തയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് അവൾ അടുത്തതായി പഠിക്കാൻ പോകുന്നതൊക്കെ. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് നല്ല സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്നു. അതിനിടയിലാണ് അങ്ങോട്ടേക്കൊരു ബ്രോക്കർ വരുന്നേ. ബ്രോക്കർ രമേശൻ ആ നാട്ടിലെ ഫേമസ് ബ്രോക്കറാണ്. വയസ്സൊരു 60-നടുത്തുണ്ടെങ്കിലും ഇപ്പോഴും ഈ ഫീൽഡിൽ പുള്ളി ജില്ലാണ് കേട്ടോ. ബ്രോക്കർ അങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ ശാരിക്ക് നല്ല താല്പര്യമുണ്ട്. എന്താ പറഞ്ഞോളൂ, രേഷ്മ മോൾക്ക് നല്ല ആലോചന എന്തെങ്കിലും ആണോ? അവളിപ്പോൾ ഇവിടെ ഇല്ല, ഒന്ന് പുറത്തേക്ക് പോയിരിക്കുക. രമേശൻ അത് കേട്ട് കസേരയിലേക്കൊന്നിരുന്നു ഉമ്മറത്ത്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ ശാരി, മോളെ കെട്ടിച്ചയച്ചിട്ട് എങ്ങനെ ജീവിക്കാനാ നിന്റെ ഉദ്ദേശം? അവളും കൂടെ പോയി കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്കാവില്ലേ? ശാരി ഒന്ന് പുഞ്ചിരിച്ചു. അത് സാരമില്ല രമേശേട്ടാ, എൻ്റെ വിധി ഇതാണ്. ഞാൻ അതിൽ സന്തോഷവതിയുമാണ്. എൻ്റെ മോളെ സന്തോഷം നോക്കിയാൽ മതി എനിക്കിനി. അല്ലാതെ മറ്റൊന്നും എൻ്റെ തലയിലില്ല. അവൾക്ക് നല്ലൊരു ജീവിതം, അതിനു മുന്നേ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ജോലിയും കൂടെ കിട്ടിയാൽ പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. രമേശൻ ചിരിച്ചു. കൊള്ളാം. നാളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അവൾ പോകും. അതിനുശേഷം കുഞ്ഞുങ്ങളൊക്കെയായി സ്വന്തം ജീവിതത്തിലായി പോകും. അതിനിടയിൽ അമ്മ എന്ന് നീ ഒരിക്കലും അവൾക്കൊരു ബാധ്യതയാവരുത്. ശാരിയുടെ മുഖം മാറി. അതിനെപ്പറ്റി ഇതുവരെ അവൾ ചിന്തിച്ചിട്ട് പോലുമില്ല. സങ്കടമായി പോയിരുന്നു ശാരിക്ക്. രമേശേട്ടൻ എന്താ പറഞ്ഞു വരുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. ശരി, എന്നാൽ ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ വന്നത് കല്യാണാലോചനയും കൊണ്ടാണെന്നുള്ളത് സത്യം. പക്ഷെ അത് മോൾക്കല്ല, അമ്മയ്ക്കാണ്. ശാരി ഞെട്ടിപ്പോയി. എന്താ നിങ്ങൾ പറയുന്നേ? ഈ 38-ാം വയസ്സിൽ എനിക്കൊരു സംബന്ധമോ? സാധ്യമല്ല. അയാൾ ചിരിച്ചു. നിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു മറുപടി പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ വന്നത്. പക്ഷേ ശാരി, ഞാൻ പറഞ്ഞതിനെ പറ്റി നീ ഒന്ന് ആലോചിച്ച് നോക്കണം. നാളെ നിന്റെ മോൾക്ക് നീ ഒരിക്കലും ഒരു ബാധ്യതയായി മാറരുത്. നല്ല കൂട്ടരാണിത്. ആ പയ്യന്റെയും 2ാം വിവാഹമാണ്. നിന്നേക്കാളും ഒരു 3 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അയാൾക്കൊരു 43 വയസ്സുണ്ട്. ആ 43 വയസ്സുള്ള ആൾക്ക് ഒരു സർക്കാർ ജോലിയും. സന്തോഷത്തോടെ നിനക്ക് അവിടെ ജീവിക്കാം.
പ്രായമായ ഒരു അമ്മയുണ്ടായിരുന്നു. അതുവരെ വിവാഹം കഴിക്കേണ്ടതെന്നായിരുന്നു അയാളുടെ മനസ്സിൽ. എന്നാൽ ഈ കഴിഞ്ഞിടയ്ക്ക് ആ അമ്മ മരിച്ചു. ഒറ്റയ്ക്കാണിപ്പോൾ അയാൾ താമസിക്കുന്നത്. നീ കൂടെ മനസ്സ് വെച്ചാൽ ഇത് നമുക്കങ്ങ് ഉറപ്പിക്കാം. ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. എന്താണെന്നോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമായി ജീവിക്കുകയും ചെയ്യാം. പരസ്പരം ഒരു താങ്ങും തണലുമാവും. പിന്നെ നിന്റെ ഫോട്ടോ ഞാൻ അയാളെ കാണിച്ചു കൊടുത്തു. ആൾക്ക് നല്ല താല്പര്യമുണ്ട്. നീ സുന്ദരിയായതുകൊണ്ട് ഈ പ്രായത്തിലും ഇത് നടക്കും. മറ്റൊരു സ്ത്രീയാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഈസി ആവണമെന്നില്ല. അതുകൊണ്ട് ഒന്നും കൂടി ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി ശാരി. വേഗം ഒരു മറുപടി പറയണ്ട. ഇതും പറഞ്ഞ് രമേശ് ചേട്ടൻ എഴുന്നേറ്റ് അവിടെ നിന്ന് പോയി. ചായ എടുക്കാൻ ഞാൻ. എനിക്ക് ചായ ഒന്നും വേണ്ട മോളെ. ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നേ. നീ ആലോചിച്ച് തന്നെ തീരുമാനിച്ചോളൂ. അതും പറഞ്ഞ് ആ ബ്രോക്കർ ചേട്ടൻ കക്ഷത്തിലൊരു കുടയും വെച്ച് അവിടെ നിന്ന് പോകുന്നത് നോക്കി ശാരി നിന്നു. ഒരു നിമിഷം അവൾ പലതിലേക്കും ആലോചിച്ചു പോയി. രേഷ്മ മോളുടെ അച്ഛനുമായി ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അയാൾ മരിച്ചപ്പോൾ തീർച്ചയായും ഒറ്റയ്ക്കായി പോയി. വേണമെങ്കിൽ ആ പ്രായത്തിൽ തന്നെ ഒരു കല്യാണം കഴിക്കാമായിരുന്നു. പക്ഷേ മോളെപ്പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ. അവളുടെ ഒരു നല്ല ജീവിതം. ഏതാണ്ട് ഇപ്പോൾ അവൾക്ക് 20 വയസ്സായിട്ടുണ്ട്. ഇനിയൊരു വിവാഹം കഴിപ്പിച്ച് അവളെ അയക്കുന്നതോടെ തന്റെ ബാധ്യതകൾ പൂർത്തിയാകും. പിന്നീട് ഈ വീടും താനും ഒറ്റയ്ക്കാകും. ആ സമയത്ത് ഒരു കൂട്ടുള്ളത് നല്ലതാ. ശാരി അയാൾ പറഞ്ഞ വഴിയിലൂടെയും ഒന്നും ആലോചിക്കാതിരുന്നില്ല. മോൾക്കൊരു ബാധ്യതയായി കഴിഞ്ഞാൽ ഇത്രയും കാലം താൻ ജീവിച്ചത് വെറുതെ ആയി പോയതുപോലെ ആവും. ശാരിക്ക് സങ്കടം വന്നു. പാവം എന്റെ പൊന്നു രേഷ്മ മോള്. അവൾക്ക് ഞാനൊരു ബാധ്യതയാവുമോ? പറയാൻ പറ്റില്ല. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്നല്ലേ കാരണവന്മാർ പറഞ്ഞിരിക്കുന്നേ. ചിലപ്പോൾ മോൾക്ക് ഞാനൊരു ബാധ്യതയായാൽ എനിക്കത് ക്ഷമിക്കാനോ അത് സഹിക്കാനോ പറ്റില്ല. അവൾ വരട്ടെ. എന്തായാലും അവളുമായി ഇതിനെപ്പറ്റിയൊന്ന് സംസാരിക്കണം. ശാരി ഓർത്തു. എന്നാൽ അതിനിടയ്ക്ക് വീണ്ടും രമേശൻ ഒന്നുകൂടെ വന്നിരുന്നു. ഇത്തവണ വന്നത് രേഷ്മ മോൾക്കുള്ളൊരു ആലോചനയുമായിട്ടാണ്. അമ്മയ്ക്കും മോൾക്കും ഒരേ സമയം കല്യാണം. നിങ്ങൾക്ക് വിരോധമില്ലാച്ചാൽ ഒരേ പന്തലിൽ നമുക്കത് നടത്താം. ഇതും പറഞ്ഞ് ഒരു ചിരിയും പാസാക്കിയാണ് രമേശൻ അവിടെ നിന്ന് പോയത്. ശാരിക്കും ചിരി വന്നു. എന്റെ ഈശ്വര, രേഷ്മ മോൾ ഇതൊക്കെ ഇപ്പൊ സമ്മതിച്ചത് തന്നെ. അവളല്ലെങ്കിലും അല്പം വാശിക്കാരിയാണ്. അവൾക്കിതൊന്നും ഇഷ്ടമാവില്ല. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വിവാഹത്തിന് ഞാൻ തയ്യാറല്ല. രമേശ് ചേട്ടൻ അതും കൂടി ഒന്ന് വിചാരിക്കണം കേട്ടോ. അത് പറഞ്ഞപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് തലയും കുലുക്കി പോയി. ഏതാണ്ട് 4 മണിയായപ്പോഴേക്കും തിരിച്ചു വന്നു രേഷ്മ. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ഇന്റർവ്യൂ? ഒരു ഇന്റർവ്യൂവിന് പോയതായിരുന്നു രേഷ്മ. ഒരുപാട് നാളായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നടക്കുന്നു. ഒരുപാട് മടുപ്പായി തുടങ്ങിയെങ്കിലും ജോലി ഇല്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. എത്ര കഷ്ടപ്പെട്ടാലും ഏതെങ്കിലും ഇന്റർവ്യൂ നേടിയെടുക്കുമെന്നുള്ള വാശിയിൽ തന്നെയാണ് രേഷ്മയുള്ളത്. അവൾ വന്നു പാടും, അമ്മ എനിക്ക് ചോറെടുക്ക്. ഉച്ചയ്ക്ക് ഞാനൊന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞ് അണച്ചുകൊണ്ടാണ് മുറിയിലേക്ക് ഓടി കയറിയത്. ശാരി അവൾക്ക് ഭക്ഷണം വിളമ്പി. നല്ല ആവി പറക്കുന്ന ചൂട് ചോറും മീൻകറിയും ഉണ്ടായിരുന്നു. കൊതിയോടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചാണ് അവൾ അവിടെ ഇരുന്നത്. അമ്മയ്ക്കറിയോ, ഏത് ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും അമ്മയുണ്ടാക്കുന്ന ഈ ചോറിന്റെയും മീൻകറിയുടെയും രുചി വരില്ല. അത് കേട്ടപ്പോൾ ശാരി സന്തോഷത്തോടെ മോള് ഭക്ഷണം കഴിക്കുന്നത് നോക്കി നിന്നു. നീ കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് അപ്പുറത്തേക്ക് വരാമോ? അമ്മയ്ക്ക് നിന്നോട് സീരിയസ് ആയ ഒരു കാര്യം സംസാരിക്കണം. ശരി, രേഷ്മ പറഞ്ഞു. സാധാരണ ഒരു കാര്യത്തിലും അമ്മ ഇങ്ങനെ മുഖവുരയിടാറില്ല. എന്തു പറ്റി ഇന്നിങ്ങനെ? അവൾ ആലോചിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നു. അമ്മ അതാ ആ വരാന്തയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. തൊടിയിലൊരു വലിയ മാവുണ്ട്. അതിൽ അണ്ണാറക്കണ്ണനും കിളികളുമൊക്കെ ഓടി നടക്കുന്നു. അത് നോക്കിയാണ് അമ്മ ഇരിക്കുന്നേ. അല്ല, എന്റെ അമ്മക്കിളി എന്നെ നോക്കിയിരിക്കുക ഇവിടെ. അവൾ അമ്മയുടെ അടുത്ത് വന്ന് കുശലാന്വേഷണം നടത്തി. അതോ മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ നമ്മുടെ ബ്രോക്കർ രമേശൻ വന്നിരുന്നു ഒരു കാര്യം സംസാരിക്കാൻ. രേഷ്മയുടെ മുഖത്ത് അല്പസ്വല്പം നാണം കലർന്നു. കാരണം അവൾക്കൊരു വിവാഹാലോചനയെ പറ്റി രമേശൻ ഒരുപാട് നാളായി ആ വീട്ടിൽ കയറിയിറങ്ങി നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി ആവുമെന്നോർത്താണ് രേഷ്മ ചിരിച്ചത്. അമ്മ പറ, എന്താ അയാൾ പറഞ്ഞേ? അതോ, വയസ്സൊരു 43 വയസ്സുണ്ട് ആൾക്ക്. സർക്കാർ ജോലിയാണ്. രേഷ്മ അപ്പോൾ
അന്തിച്ചു നോക്കി. 20 വയസ്സുള്ള തനിക്ക് 43 വയസ്സുള്ള യുവാവോ? അമ്മ എന്തിനെ പറ്റിയായി പറയുന്നേ? അതോ അയാൾ ഇത്തവണ കൊണ്ടുവന്ന വിവാഹാലോചന നിനക്കല്ല മോളെ, എനിക്കാ. ആദ്യം തമാശയായിട്ടാണ് രേഷ്മ അതെടുത്തത്. അവൾ പൊട്ടി പൊട്ടി ചിരിച്ചു. അമ്മ എന്തായി പറയുന്നേ? കല്യാണപ്രായമായൊരു മോളുള്ള അമ്മയ്ക്ക് ഇപ്പോൾ ഒരു വിവാഹമോ? അയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? കൊള്ളാം, നല്ല തമാശ. അവൾ അങ്ങനെ പറഞ്ഞത് സത്യത്തിൽ ശാരിക്ക് ഇഷ്ടപ്പെട്ടില്ല. ശാരി അവളോട് അല്പം കടുപ്പിച്ച് തന്നെ പറഞ്ഞു, നിനക്കറിയോ മോളെ, നിന്റെ ഒരു വിവാഹം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ? അല്ലെങ്കിൽ തന്നെ ഇത്രയും കാലം നിനക്ക് വേണ്ടി സകലതും അടക്കി പിടിച്ച് ഞാൻ ജീവിച്ചില്ലേ? ഇനിയെങ്കിലും ഒരു വിവാഹ ജീവിതം അമ്മയ്ക്ക് സ്വപ്നം കണ്ടാൽ അതിൽ തെറ്റില്ലെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഞാനും അതിനെപ്പറ്റി അല്പനേരമേ ആലോചിക്കുന്നു. മോളുടെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ട് തീരുമാനം പറയാമല്ലോ എന്നോർത്തു. അമ്മ സീരിയസ് ആണെന്ന് മനസ്സിലായപ്പോൾ ശാരിക്ക് ഇഷ്ടമായില്ല. അമ്മ എന്ത് വിചാരിച്ചാ ഇത്? എന്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കില്ലേ? വേണ്ട, ഇതൊരു നല്ല തീരുമാനമല്ലമ്മേ. എനിക്ക് ഞാനും അമ്മയും നമ്മൾ രണ്ടുപേരും കൂടെയുള്ള ഈ കുടുംബം എന്തൊരു സന്തോഷമാണ്. ശാരിക്ക് പതിയെ മനസ്സിലൊരു അസ്വസ്ഥത തോന്നി തുടങ്ങി. എന്താണിത്? സ്വന്തം നന്മയുടെ നന്മ ഈ മോൾ ആഗ്രഹിക്കുന്നില്ലെന്നാണോ? ശാരി പറഞ്ഞു, മോളെ, നാളെ നിന്റെ വിവാഹം കഴിഞ്ഞാൽ ഞാൻ നിനക്കൊരു ബാധ്യതയാവുമോ? ഒരിക്കലും ഇല്ലമ്മേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ. എഴുതാപ്പുറം അല്ലടാ, അമ്മയുടെ രേഷ്മ മോളെന്ന് പറയുന്നത് കേൾക്ക്. ഈ ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നീട് മോൾക്ക് അമ്മയുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. മോളെയും വിവാഹം കഴിപ്പിച്ചയച്ചാൽ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം മറ്റു രീതിയിലാവും. നമ്മൾ രണ്ടുപേരും എത്ര കാലമാണ് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്? ഇനി മോളുടെ ഭർത്താവ് മോളെ വിദേശത്തേക്കോ മറ്റേതെങ്കിലും ദൂരനാട്ടിലേക്ക് കൊണ്ടുപോയാലോ? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഇവിടെ ജീവിക്കാനാണ്? അതൊക്കെ വിട്. അത് മാത്രമല്ല, ഇനിയെങ്കിലും മോൾ മനസ്സിലാക്കണം, മോളുടെ അമ്മയാണെങ്കിലും ചോരയും നീരുമുള്ളൊരു സ്ത്രീയല്ലേ ഞാൻ. എനിക്കും പല വികാരങ്ങളും ഉണ്ടാവാറില്ലേ? ഒരു പുരുഷന്റെ സാമീപ്യം ഞാനും ആഗ്രഹിക്കില്ലേ? അതിനെപ്പറ്റി കൂടെ അമ്മയുടെ മോളൊന്ന് ആലോചിച്ചു നോക്കൂ. അമ്മയ്ക്കിപ്പോ 39 വയസ്സായി. ഇനി കുറച്ചു കാലം കൂടെ നല്ല പ്രായം ഉണ്ടാവുകയുള്ളൂ. പിന്നീട് വയസ്സിയാവും. ആ സമയത്ത് എനിക്കൊരു കൂട്ട് കിട്ടുന്നതിൽ വലിയ കാര്യമുണ്ടോ? അമ്മയെപ്പോൾ സീരിയസ് ആണെന്ന് അവൾക്ക് മനസ്സിലായി. എങ്കിലും തന്റെ അമ്മ ഒരു പുരുഷനെയും അല്ലെങ്കിൽ ശാരീരിക സുഖമോ അന്വേഷിക്കുന്നുണ്ടെന്നോർത്തപ്പോൾ അവളുടെ മനസ്സൊന്ന് നുറുങ്ങി. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും കാലം അമ്മയുടെ ആ ഭാഗത്തു നിന്ന് താൻ ചിന്തിച്ചിട്ടില്ല. അവൾക്ക് സങ്കടം വന്നു. അമ്മ വിവാഹം കഴിച്ച് മറ്റൊരാളുടെ സ്വന്തമായി കഴിഞ്ഞാൽ തനിക്ക് അമ്മയെ ഇതുപോലെ കിട്ടില്ലേ? അമ്മയും മോളും എന്ന രീതിയിൽ തന്റെ വിവാഹം കഴിയുന്നത് വരെ ഇങ്ങനെ ഒന്നിച്ചു തന്നെ ജീവിക്കണമെന്നാണ് രേഷ്മയുടെ ആഗ്രഹം. എന്നാൽ ശരി, അമ്മയോട് ഞാനൊരു കാര്യം പറയട്ടെ. അമ്മയ്ക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എതിര് നിൽക്കുന്നില്ല. നമ്മുടെ രണ്ടിന്റെയും വിവാഹം ഏതാണ്ട് ഒരേ സമയത്ത് മതി. അല്ലാതെ അമ്മ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ നിന്ന് വിവാഹിതയായി പോയാലോ, അല്ലെങ്കിൽ എന്റെ വിവാഹത്തിന് മുന്നേ അമ്മ വിവാഹിതയായി പോയാലോ നമ്മളെ രണ്ടാളെയും ഒരുപോലെ ബാധിക്കും. അതുകൊണ്ട് ഏതാണ്ട് ഒരേ സമയം മതിയെങ്കിൽ എനിക്കിതിന് എതിർപ്പൊന്നുമില്ല. ശാരിക്ക് സന്തോഷമായി. തന്റെ മോൾക്ക് 20 വയസ്സേ ഉള്ളെങ്കിലും എത്ര പക്വമായാണ് അവൾ കാര്യങ്ങൾ തീരുമാനിച്ചത്. അമ്മയ്ക്ക് അത്രയും മതി. അമ്മയുടെ പൊന്നുമോള് ഇത്രയും നല്ല തീരുമാനം അമ്മയ്ക്ക് വേണ്ടി എടുത്തല്ലോ. അവൾ മോളെ വാത്സല്യത്തോടെ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്തു. അതിനിടയിൽ ശാരിയുടെ അടുത്ത് രേഷ്മ ഒരു കാര്യം കൂടെ പറഞ്ഞു. അതെ, അമ്മ സീരിയസ് ആയിട്ടാണോ മറ്റേ കാര്യം പറഞ്ഞത്? എന്താടി, ഞാൻ മറന്നു. എന്ത് കാര്യമാ അത്? ഞാനിപ്പോ എങ്ങനെയാ അമ്മയോട് പറയാ? ഹാ, പറ മോളെ. അമ്മ എന്താ പറഞ്ഞു പോയത്? ഞാൻ ഓർക്കുന്നില്ല. അതോ, ചോരയും നീരുമുള്ള ഒരു പെണ്ണാണെന്നും ഈ 38 വയസ്സിൽ അമ്മ പുരുഷനെ ആഗ്രഹിക്കുന്നുണ്ടെന്നും പറഞ്ഞത് സത്യമാണോ? ശാരിയുടെ മുഖം നാണം കൊണ്ട് കുനിഞ്ഞു. ഒന്ന് പോവണേ, അത് ഞാൻ ചുമ്മാ ഒന്ന് നിന്നെ മൂപ്പിക്കാൻ പറഞ്ഞതാ. നീ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിലോ എന്നുള്ള എനിക്ക് സങ്കടമുണ്ടായിരുന്നു. അതിനുവേണ്ടി ചുമ്മാ അല്പം മസാല ചേർത്ത് പറഞ്ഞതാ നീ. പിന്നെ മസാല ചേർത്തത്രേ. അമ്മയുടെ മുഖത്തെ ഈ നാണം കണ്ടാൽ അറിയാം അതൊന്നും അങ്ങനെയല്ല എന്ന്. അമ്മ പേടിക്കണ്ട കേട്ടോ. അമ്മയുടെ മോള് ജീവിച്ചിരിക്കുമ്പോ അമ്മയുടെ ഒരു ആഗ്രഹവും തടസ്സപ്പെടില്ല.
അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ശരിക്കും ഒരു പുരുഷൻ തന്നെ വേണമെന്നുണ്ടോ? ഷാരി അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. നീ എന്താ പറഞ്ഞു വരുന്നേ? 20 വയസ്സ് മാത്രമുള്ള ഈ ചെറിയ പെൺകുട്ടി എന്തൊക്കെ വലിയ വായിലെ വർത്താനങ്ങളാ പറയുന്നേ? അത് കേട്ടപ്പോൾ രേഷ്മ ചിരിച്ചു. വലിയ വായിലെ വർത്താനമൊന്നുമല്ല, 20 വയസ്സ് അല്പം മുതിർന്ന പെൺകുട്ടിയുടെ പ്രായമാണെന്നേ. അമ്മ സീരിയസ് ആയിട്ട് തന്നെ ചിന്തിച്ച് പറഞ്ഞാൽ മതി. ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. അമ്മയ്ക്ക് താൽക്കാലിക ശമനമൊക്കെ നൽകാൻ ഈ എന്നെ കൊണ്ടാവും. എടി മോളെ, ഞാൻ നിന്റെ അമ്മയാ, നീ എന്റെ മകളും. നീ എന്തൊക്കെയാ പറയുന്നേ? അമ്മ അടങ്ങിയിരിക്കെ, ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഇതും പറഞ്ഞ് രേഷ്മ പോയി ഫോണും എടുത്തുകൊണ്ട് വന്നു. അവൾക്ക് അത്ഭുതമായി പോയി. ഈ കൊച്ചു പെണ്ണ് ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? ഫോണും എടുത്തുകൊണ്ട് വന്ന് അവൾ ഫോണിലൊരു വീഡിയോ പ്ലേ ചെയ്തു. ഷാരി വായ പൊളിച്ചു നിന്നു. ഇത്രയും പ്രായമായി താൻ ഇത്രയും കാലം ഇങ്ങനെ ഒരു സാധനങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പരസ്പരം 2 സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ഓരോ ചേഷ്ടകളും ക്രിയകളുമായിരുന്നു ആ വീഡിയോയിൽ. അതാണെങ്കിലോ ഏതാണ്ട് നൂൽബന്ധമില്ലാത്ത സ്ത്രീകളും. ഷാരി അത്ഭുതപ്പെട്ടുപോയി. ഇത് കണ്ടോ? ഇത് തന്നെയാ ഞാൻ അമ്മയോട് പറഞ്ഞത്. അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇല്ലേ? അതിനിപ്പോൾ വിവാഹം വരെ ചിന്തിച്ചു പോണോ? ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കുമെന്നേ. വല്ലാതെ ബോധ തളർത്തു പോയിരുന്നു ആ സമയം കൊണ്ട് ഷാരി. സ്വന്തം അമ്മയുടെ അടുത്ത് എന്ത് തോന്നിയാസവും പറയാമെന്നായോ നിനക്ക്? അത് പറഞ്ഞ് ഷാരി രേഷ്മയുടെ തലയിലൊന്ന് കുത്തിവിട്ടു. അയ്യടാ, അമ്മയുടെ മുഖം കണ്ടാൽ അറിയാം എന്നോട് ദേഷ്യമൊന്നുമല്ല, നാണമാണെന്ന്. ഈ നാണക്കാരിയുടെ നാണം ഏതായാലും ഞാൻ തീർത്തു തരുന്നുണ്ട്. അമ്മയെ രാത്രി ആ റൂമിലൊന്ന് കിട്ടട്ടെ, ശരിയാക്കി തരാൻ ഞാൻ. അതും പറഞ്ഞ് രേഷ്മ അവിടെ നിന്ന് എഴുന്നേറ്റു പോയി. ഷാരി സ്വപ്നലോകത്തായിരുന്നു. ഏതാണ്ട് 1-2 മിനിറ്റ് മാത്രം കണ്ട ആ വീഡിയോയുടെ പല ഭാഗങ്ങളും അവളുടെ മനസ്സിൽ തങ്ങി നിന്നു. ഈശ്വര, സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അതുമാത്രമല്ല, തന്റെ ഈ ചെറിയ മോൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ ധാരണയുണ്ടോ? ഇത്രയും കാലം എന്താണ് ഇതിനെപ്പറ്റിയൊന്നും താൻ ചിന്തിക്കാതിരുന്നത്? ഏതായാലും ഇതൊക്കെ കൊള്ളാമല്ലോ, ഒന്ന് പരീക്ഷിച്ച് നോക്കുക തന്നെ. അമ്മയും മോളും ആയതുകൊണ്ട് മറ്റാരും ഇതിൽ തലയിടാനും വരില്ല, പുറത്തറിയുകയുമില്ല. ശാരി മനസ്സിലോർത്തു. അമ്മ ഇതൊക്കെ ഓർത്ത് പുഞ്ചിരിക്കുന്നുണ്ടെന്ന് ഒളിച്ചു നിന്ന രേഷ്മയും മനസ്സിലാക്കി. അപ്പോ ഇന്ന് രാത്രി എന്തെങ്കിലുമൊക്കെ നടക്കും മനസ്സിലോർത്തു. രേഷ്മ പണിയൊക്കെ ഒതുക്കി 2 പേരും കിടന്നുറങ്ങാൻ മുറിയിലേക്ക് വരുമ്പോൾ ആകെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഷാരി. മോൾ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ രേഷ്മയാവട്ടെ ഏതാണ്ട് കല്യാണത്തിന് മുറിയിൽ കയറി നിൽക്കുന്ന ഒരു പുതുമണവാളന്റെ അവസ്ഥ. അമ്മ ഇങ്ങോട്ടൊന്ന് വന്നു കിട്ടിയാൽ മതി, അമ്മയെ താൻ പല മാർഗങ്ങൾ ഉപയോഗിച്ച് സ്വർഗം കാണിക്കും. അത് മാത്രമായിരുന്നു നമ്മുടെ രേഷ്മയുടെയും മനസ്സിൽ. മുറിയിലേക്ക് അമ്മ കിടക്കാൻ വരുമ്പോൾ ഇങ്ങനെ വിയർപ്പിലാണോ കിടക്കുന്നേ, പോയൊന്ന് കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ഉന്തിത്തള്ളി അവൾ അമ്മയെ കുളിമുറിയിലേക്ക് അയച്ചു. അപ്പോൾ തന്നെ ഷാരിക്ക് മനസ്സിലായി അവൾ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടുണ്ടെന്ന്. ഏതാണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു. ബാത്റൂമിൽ നിന്ന് ഈറനായി ഒരു നൈറ്റി മാത്രം ധരിച്ചു വന്ന ആ അമ്മയെ കൊതിയോടെയാണ് മോള് നോക്കിയത്. ഇത്രയും കാലം ആ ചെറിയ പെൺകുട്ടിയായിട്ടിരുന്ന അവളുടെ മനസ്സിൽ ഇത്രയധികം വികാരങ്ങൾ ഉണ്ടെന്ന് ആ നിമിഷമാണ് ഷാരി മനസ്സിലാക്കിയത്. ആ അമ്മയെ ബെഡിലേക്ക് തള്ളിയിട്ട് അവൾ മേലേക്ക് കുതിച്ചു. പിന്നീട് അവിടെ നടന്നതൊക്കെ എന്താ പറയാ, ആര് കണ്ടാലും നാണിച്ച് മൂക്കത്ത് വിരൽ വെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. അമ്മയിലേക്ക് ആ മോൾ പടർന്നു കയറിയെന്ന് വേണം പറയാൻ. യാതൊരു എതിർപ്പുമില്ലാതെ മോളുടെ എല്ലാ വിക്രിയകൾക്കും ഷാരിയിൽ നിന്ന് കൊടുത്തു. കുഞ്ഞിലെ എങ്ങാനുമാണ് അവൾ അമ്മയുടെ ചില ഭാഗങ്ങൾ കണ്ടിട്ടുള്ളത്, പ്രത്യേകിച്ച് മുൻഭാഗം. അവൾക്ക് ഓർമ്മ പോലും ഇല്ല അതൊക്കെ ഇപ്പൊ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഏതായാലും ആ ഓർമ്മകൾ പുതുക്കാൻ ഇന്ന് അവൾക്ക് സാധിച്ചു. അമ്മ ഓരോ അംഗങ്ങളും അവളെ നല്ല രീതിയിൽ തന്നെ വസ്ത്രമില്ലാതെ കാണിച്ചു കൊടുത്തു. നമ്മുടെ രേഷ്മയാവട്ടെ അവയെല്ലാം നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് അമ്മയെ സുഖിപ്പിക്കുകയും ചെയ്തു. പിന്നീട് താഴേക്ക് പോകുമ്പോഴാണ് അവൾ ഈ വിഷയത്തിൽ എത്രമാത്രം പരിചയമുള്ളതാണെന്ന് മനസ്സിലാക്കിയത് ഷാരിക്ക്. തന്റെ മോൾ താൻ വിചാരിച്ച ആളൊന്നുമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസൊക്കെ കണ്ട് എല്ലാ പരിചയം അവൾക്കുണ്ട്. അവൾ എന്തെല്ലാം മാജിക്കുകളാണ്
തന്റെ ശരീരത്ത് ചെയ്തു തീർക്കുന്നത്? ശാരി ഓർത്തു. അന്ന് രാത്രിയിൽ അതുപോലെയുള്ള നിലവിളി ശബ്ദങ്ങളായിരുന്നു ആ മുറിയിൽ നിന്ന് ഉയർന്നു കേട്ടത്. സുഖം കൊണ്ട് നന്നായി പുളയുന്ന സ്വന്തം അമ്മയെ അന്ന് രേഷ്മ സ്വർഗം കാണിച്ചു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഖം തന്റെ ശരീരത്ത് നേടിക്കൊടുത്ത ആ മോളോട് ശാരിക്ക് അളവറ്റ നന്ദിയും തോന്നി. അമ്മയ്ക്ക് എന്തൊരു സൗന്ദര്യമാണ്! അമ്മയുടെ ഓരോ ഭാഗം കാണാൻ എന്താ ഭംഗി! എല്ലാം കഴിഞ്ഞ് രണ്ടാളും ക്ഷീണിച്ചു കിടക്കുമ്പോഴേക്കും അമ്മയുടെ മേനി നോക്കി രേഷ്മ പറഞ്ഞു. നാണം കൊണ്ട് തളിർത്തു പോയിരുന്നു ആ സമയം ശാരി. എന്തൊക്കെ വൃത്തികേടാ ഈ മോള് പറയുന്നേ? അമ്മ കുറുകി. അത് ശരി, ഞാൻ പറയുന്നതിലാണോ വൃത്തികേട്? അപ്പൊ എന്റെ മുന്നിൽ ഈ ചക്കയും കാണിച്ച് കിടക്കുമ്പോൾ ഒന്നും തോന്നിയില്ലേ? അവൾ ചിരിച്ചു. ഒന്ന് പോടി. നാണം കൊണ്ട് കൈകൾ വെച്ച് മറയ്ക്കാൻ നോക്കുകയാണ് അവിടെ. ആ സമയത്തേക്ക് ശാരി, അമ്മേ, വേറൊരു സൂത്രം കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അവൾ ഫോണും എടുത്ത് അങ്ങോട്ടേക്ക് വന്നു. അതാ ആ ഫോണിൽ കാണുന്നത് ഒരു ഉപകരണമാണ്. അമ്മയ്ക്ക് ഇപ്പോൾ ഞാൻ തന്നതിനേക്കാളും എത്രയോ മടങ്ങ് സുഖം ഈ സാധനത്തിന് തരാൻ പറ്റുമെന്നോ? വേണ്ട മോളെ, ഇതൊക്കെ എങ്ങനെയാ കടയിൽ പോയി വാങ്ങിക്കുക? ആരെങ്കിലും അറിഞ്ഞാൽ നാണക്കേടല്ലേ? അതിനാരാ അമ്മേ ഇപ്പോൾ കടയിൽ പോകുന്നേ? ഇത് നമുക്ക് ഓൺലൈനായി വാങ്ങാൻ കിട്ടും. പിന്നീട് പൂർണ്ണമായ ഒരു പുരുഷനെ അമ്മയ്ക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം. ഒരു പുരുഷന്റെ ആവശ്യം നമുക്ക് രണ്ടാൾക്കും വരുന്നില്ല. ഇങ്ങനെ പോയാൽ അമ്മയും മോളും വിവാഹം കഴിക്കാതിരിക്കുന്ന തോന്നുന്നേ. രണ്ടുപേരും അത് പറഞ്ഞു ചിരിച്ചു. പിന്നീട് ആ വീട്ടിൽ ഇത് പതിവായിരുന്നു. അവർ ഓർഡർ ചെയ്ത ആ സ്ട്രാപ്പ് വന്നു വീട്ടിലേക്ക്. ഒരു മടിയുമില്ലാതെ ഓരോന്ന് ഉപയോഗിക്കാൻ മോളമ്മയെ പഠിപ്പിച്ചു കൊടുത്തു. അമ്മയാവട്ടെ നല്ല ഉശിരത്തിയായി അതെല്ലാം വേഗം പഠിച്ചെടുത്തു. സുഖവും സന്തോഷവും മാത്രം പിന്നീട് ആ വീടിന്റെ മുറിയിൽ നിറഞ്ഞു നിന്നു. ഇപ്പോൾ അവിടെ എങ്ങും തേനിന്റെ മണമാണ്. നല്ല ഒന്നാം തരം തേനിന്റെ മണം. അമ്മയും മോളും പരസ്പരം മത്സരിച്ചാണ് ഇപ്പോൾ ചക്ക തിന്നുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മയുടേതെന്ന് പറയുമ്പോൾ വല്ലാത്ത രുചിയാണ് മോൾക്ക്. ആ കിളന്ത് ചക്ക തിന്നാൻ അമ്മയ്ക്കും ഇഷ്ടമാണിപ്പോൾ. അതൊക്കെ അവൾ അമ്മയെയും പഠിപ്പിച്ചെടുത്തു. നമ്മുടെ ശാരിയെയും ശാരിയുടെ മോള് രേഷ്മയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഭാവിയിൽ രണ്ടുപേരും വിവാഹം കഴിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കുമല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭർത്താക്കന്മാരെ വെച്ച് മാറാൻ തന്നെ മടിക്കില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി അതുപോട്ടെ, അമ്മയാണ് ആദ്യം വിവാഹം കഴിക്കുന്നതെങ്കിൽ ആ രണ്ടാനച്ഛന്റെ ഒരു ഭാഗ്യം. ഒരുമിച്ച് രണ്ട് സുന്ദരികളല്ലേ കിട്ടുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഈ കഥ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഏത് രീതിയിലാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണ്ടത് എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിന്റെ സെക്കൻഡ് പാർട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഈ കഥ ഫുൾ ഓപ്പണായി കേൾക്കണമെങ്കിൽ നേരെ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വന്നോളൂ. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണേ. അതിന്റെ ഒപ്പം കമന്റ് ഇടാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സുഹൃത്തുക്കൾക്ക് തീർച്ചയായും ഷെയറും ചെയ്ത് കൊടുക്കണം. അപ്പോ ടെലിഗ്രാമിൽ വെച്ച് കാണാം. ബൈ ബൈ ഡിയേഴ്സ്.